ഏറെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിലെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് തൊടുപുഴയിൽ അവരുടെ ഒരു ആഹ്ലാദ പ്രകടനം കാണുകയുണ്ടായി. കുറച്ച് പ്രകോപനപരമായിരുന്നു മുദ്രാവാക്യങ്ങൾ. അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ പിൻവാങ്ങണം. അവർ അതിൽ മിതത്വം പാലിക്കണം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിതത്വം പാലിക്കുന്ന, സ്വന്തം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത്, ത്യാഗം ചെയ്ത് സഹോദര സമുദായങ്ങൾക്കും പൊതുസമൂഹത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. പാണക്കാട്ടെ തങ്ങന്മാർ നയിക്കുന്ന ആത്മീയമായ, അടിസ്ഥാനപരമായ ആത്മീയതയിലൂന്നിയ സാംസ്കാരിക, സാമൂഹിക, അതോടൊപ്പം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഞാൻ പലപ്പോഴും ലീഗിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഗാന്ധിയൻ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്നതാണ്. എന്നാൽ ഇന്ന് തൊടുപുഴയിൽ നടന്ന പ്രകടനത്തിലെ ചിലർ ഇതൊന്നും പാണക്കാടെ തങ്ങന്മാരുടെ അനുഗ്രഹാശിസുകളോടെയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാറിനെയോ മുനീർ സാഹിബിനെയോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും മുതിർന്ന നേതാക്കളുടെ അനുമതിയോടുകൂടി നടക്കുന്നതായിരിക്കില്ല. പക്ഷേ അവരുടെ മുദ്രാവാക്യങ്ങൾ പ്രകോപന സ്വഭാവമുള്ളതാണ്. അത് തെറ്റാണ്. അത് ഇപ്പോൾ ചില ആൾക്കാർ അതിൻ്റെ താഴെ എഴുതി കണ്ടു, ഇതൊക്കെ കാരണമാണ് BJP വളരുന്നത്. BJP വളരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. BJP വളർന്നോ അല്ലെങ്കിൽ അതല്ല അതിലെ പോയിന്റ്. നമ്മൾ ഒരു സമുദായത്തിൽ നിൽക്കുമ്പോൾ Aയും Bയും Cയും എന്ന 3 സമുദായങ്ങളുണ്ടെന്നിരിക്കട്ടെ. A സമുദായത്തിലെ ആൾക്കാർ B സമുദായത്തിലെ ആൾക്കാരുടെ നേതൃത്വത്തെ നേരിട്ട് ആക്രമിക്കുന്നതോ ഒട്ടും ശരിയല്ല. ഇതേപോലെ തന്നെ തിരിച്ചും. അതിനെയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വർഗീയത ഉണ്ടാക്കാൻ അത് കാരണമാകും എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് എന്നും മിതത്വം പാലിക്കുന്നതാണ്. എന്നാൽ മനോരമ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, ഇത് മനോരമയാണ് കൊടുത്തിരിക്കുന്നത്, ഓർക്കുക, ജനൻ TVയോ ജന്മഭൂമിയോ ഒന്നുമല്ല. മനോരമ അടക്കം ഇടുക്കി തൊടുപുഴയിൽ നടന്ന ലീഗിൻ്റെ ആഹ്ലാദ പ്രകടനത്തിന് നെഗറ്റീവായി ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അത് മനോരമ പോലും ചെയ്യുന്നത് ആ വിഷയം നെഗറ്റീവായ രീതിയിൽ പോകരുത്, കണ്ടെയ്ൻ ചെയ്യാനാണ്. ആ വിഷയം അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരത് ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കൊടുത്തില്ല എന്ന് പറയുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്നൊക്കെ മനോരമ പോലും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ നെഗറ്റീവ് ധ്വനി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് പ്രധാനമായിട്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ്. കേരള കോൺഗ്രസ് എല്ലാവരുടെയുമാണ്. എന്നാൽ കേരള കോൺഗ്രസ് കൂടുതൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യമുള്ളതാണ്. കോൺഗ്രസ് എല്ലാവരുടെയുമാണ്. എന്നാൽ എല്ലാ സമുദായത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത പാർട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പോകുന്നത് വേണം. ഈ മുദ്രാവാക്യങ്ങൾ ശരിയല്ലെന്നും ബഹുമാനത്തോടെ, സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയും ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇപ്പം വെള്ളാപ്പള്ളി സാറിനെതിരെയൊക്കെ വെള്ളാപ്പള്ളി സാറിനെതിരെ എതിർത്ത് എത്രയോ വിമർശനപരമായ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി സാറിനെ നമ്മുടെ സഹോദര സമുദായത്തിലുള്ളവർ, അത് ഏത് നേതാവിനെ ആണെങ്കിലും, പാണക്കാട് തങ്ങന്മാരെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലച്ചന്മാരെ ആണെങ്കിലും, നമ്മുടെ സമുദായത്തിനുള്ളിൽ നിന്ന് നമുക്ക് വിമർശിക്കാം. സഹോദര സമുദായങ്ങളിലുള്ള ആൾക്കാർ വിമർശിക്കുമ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. അത് ശരിയല്ല, അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന സതുദ്ദേശത്തോടെയാണ് അത് ചെയ്യുന്നത്. ശ്രീ VD സതീശനെ അനുകൂലിച്ചുള്ള പ്രകടനമാണ്. അതൊക്കെ നല്ലതാണ്. ശ്രീ VD സതീശൻ എന്ന് പറയുന്ന എല്ലാവർക്കും സ്വീകാരനായ നേതാവിന് വേണ്ടി അങ്ങനെ തെരുവിലിറങ്ങുന്നതൊക്കെ സന്തോഷമാണ്. പക്ഷേ ഇതിന് ഏക പ്രശ്നം പെരുന്നയിലെ നായർ, അതായത് സുമാരൻ നായർ സാറിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി സാറിനെ നേരിട്ട് പരാമർശിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതോ വഴിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതോ നമ്മുടെ സമൂഹത്തിൽ ഒരു ഗുണവും ഉണ്ടാക്കില്ലെന്ന് മാത്രമല്ല, നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പിന്മാറണം. ഇതേപോലെ NSSൻ്റെ, SNDPയുടെ, KPMSൻ്റെ, ബ്രാഹ്മണ സഭയുടെ, മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ വ്യത്യസ്ത ക്രിസ്ത്യൻ സഭകളുടെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടേതായ സമുദായങ്ങളിൽ നിന്ന് ഒരു കറക്റ്റീവ് ഫോഴ്സ് വരികയും അവരെ വിമർശിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. ഞാൻ ഫിൻലാൻഡിൽ ശരിക്കും ഒരു പരിപാടിക്കിടയിലാണ്. ആ പരിപാടിക്കിടയിൽ ഈ വീഡിയോ കണ്ടപ്പം ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനോ യോജിക്കാനോ കഴിയാത്ത കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം. ദൂരവ്യാപകമായ ദോഷങ്ങൾ മാത്രമേ അതുകൊണ്ടുണ്ടാവൂ. അത് ഏതെങ്കിലും ഒരു പാർട്ടി വളരുമെന്ന് വിചാരിച്ചല്ല, അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു സമുദായത്തിന്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൈന, ജൂത, സിഖ്, പാഴ്സി, ഇനി നായർ, ഈഴവ, പുലയ, ബ്രാഹ്മണ, ധീവര, വെള്ളാള, ഒരു സമുദായത്തിൻ്റെ ഇതിനെയും അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, ആ മിതത്വം പാലിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ആ ബാലൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ മഹാത്മാഗാന്ധിയുടെ ബാലൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കാകും.